ഇന്നത്തെ വീഡിയോ അല്ലേ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടാവും, അടിപൊളിയായിട്ടും തല്ലിപ്പൊളിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും 100 കഥ പറയാനുണ്ടോ ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടല്ലോ. നമുക്ക് കഥ ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ഞങ്ങൾക്ക് എന്ത് വയൽ വരുന്നത് അതങ്ങനെ പറഞ്ഞുതരാണ്, അനാവശ്യമല്ല. ഞാനിവിടെ നോർമലായിട്ട് എൻ്റെ പെരലും മുണ്ടും പോലെ മുണ്ടിക്കൊണ്ടിട്ട് റോട്ടിലത്തെ ആൾക്കാരൊന്നും കണ്ട വിചാരിക്കും എനിക്ക് പിരാന്ത് കണ്ടാ. പക്ഷെ ഇവിടെ ആരുമില്ല റോട്ടിൽ. കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവിടെ ചുറ്റാകുമ്പോൾ ഇവിടെ ചുറ്റാകുമ്പോൾ വേസ്റ്റ്, സത്യം പറഞ്ഞാൽ വേസ്റ്റ് അത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗ് ഇടാൻ ട്രൈ ആക്കുന്നുണ്ട് ഇപ്പോൾ. സോ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആൾമോസ്റ്റ് 95,000 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ യൂട്യൂബ് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിക്കാക്കി എടുക്കണമെന്ന്. സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് കണ്ടൻറ്റ്, ഞാൻ ഇത്ര കാലം ഞാൻ കണ്ടൻറ്റ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും നല്ല കണ്ടൻറ്റ് കിട്ടുമോ, നല്ലത് കിട്ടുമോ എന്നിങ്ങനെ തേടി പോകുമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് കണ്ടൻറ്റ് എന്തിനാ തേടിപ്പോകേണ്ട ആവശ്യം, നമ്മളെ മുന്നിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കണ്ടൻറ്റാക്കി എടുത്ത് നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ. പിന്നെ എൻ്റെ അടുത്ത് ഐഫോൺ ഇല്ല. സോ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഐഫോൺ ഇല്ല അങ്ങനെയൊക്കെ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് ക്ലാരിറ്റി, കണ്ടൻറ്റ് അതെല്ലാം സെക്കൻഡറി. എൻ്റെ മുന്നിൽ എന്ത് കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുക, അത് കാണിക്കുക, അത് വ്യൂവേഴ്സിനെ ഇങ്ങനെ കാണിച്ചിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ തന്നെ മുന്നോട്ട് വന്നേ. സോ ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മൊത്തം മഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു മാറിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് മഞ്ഞ് കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് ഞാനൊരു റീല് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തൊന്നും ഞാൻ സ്റ്റോറി വെച്ചിട്ടില്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കാൻ മാത്രം ഫ്രണ്ട് സർക്കിൾസ്, അങ്ങനെ വലിയ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ല. ഞാൻ കുറേ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളാണ്. അപ്പോൾ എനിക്ക് കോൺടാക്റ്റ് വെക്കാത്ത ആളാണ്. ഇതെല്ലാം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായ കാലം ഉണ്ടായി. ഒരുപാട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് തോട്ട്സ് എഴുതിയിട്ട് അവർക്ക് അയക്കലും അവരെനിക്ക് അയക്കലും ഇങ്ങനത്തെ ഒരു കാലമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നിട്ടൊരു ഗ്യാങ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ല. സ്റ്റേറ്റസിൽ വെക്കുക, സ്റ്റോറിയിൽ വെക്കുക, ഓർമ്മ മെൻഷൻ ചെയ്യുക, അങ്ങനത്തെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങൊന്നും എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ നല്ല ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെങ്കിലും കുറേ സ്റ്റാറ്റസും സ്റ്റോറിയും വെച്ചിട്ട് അവരുടെ നമ്പറെല്ലാം കോൺടാക്ട് ചെയ്ത് ഡെയിലി മെസ്സേജ് ചെയ്യുക, ഡെയിലി കോൾ ചെയ്യുക, അതല്ല ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ ഓർക്ക് കോൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കും. ഇതിനെക്കാട്ടി അപ്പുറം ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒറ്റൊരാൾ മതി എൻ്റെ കൂടെ. എനിക്ക് അതാണ് ആ വിശ്വാസം, അതാണ് എനിക്ക് വേണ്ടതും. അതല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ വെച്ച് ഒരുപാട് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് അവർക്ക് വേണ്ടി അത് ചെയ്ത് ഇത് ചെയ്ത് അവരെ നമ്മളെ എല്ലാമെന്ന് വിചാരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടുപോയി അവസാനം അവർ നമ്മൾക്ക് പണി തന്നിട്ട് പോകും. ഇതിനെക്കാട്ടി ബെറ്റർ എന്ത് പറഞ്ഞാൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സിനെ വെക്കാണ്ടിരിക്കുക. ആവശ്യത്തിന് ഒരാൾ മതി, സംസാരിക്കാനോ കൂട്ടുകൂടാനോ അങ്ങനെ എന്താണെങ്കിലും ഒറ്റൊരാൾ മതി എന്ന് വെക്കുക. കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവിടെ ചുറ്റാകുമ്പോൾ ഇവിടെ ചുറ്റാകുമ്പോൾ വേസ്റ്റ്, സത്യം പറഞ്ഞാൽ വേസ്റ്റ്. അത് നമ്മുടെ അടുത്ത് ഇല്ലപ്പോൾ ഒരു കോലത്തിലുണ്ടാവും, ഇല്ലാത്തപ്പോൾ വേറെ കോലത്തിലുണ്ടാവും. അതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിനെ വെക്കാണ്ടിരിക്കുക. നമ്മൾ പീസായിട്ടിരിക്കുക, നമ്മൾ നയിക്കുക, നമ്മൾ ജീവിക്കുക, നമ്മൾ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക. അത് വിട്ടിട്ട് കുറേ ഫ്രണ്ട്സിനെല്ലാം വെച്ച് ഓർക്ക് കുറേ തീറ്റിപ്പിച്ച് എന്തിന് വേണം, വെറുതെ ലാസ്റ്റ് ബാക്കിൽ നിന്ന് കുത്തിയിട്ട് പോകും, അതേ ഉണ്ടാവുള്ളൂ. ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ നല്ല ട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഇങ്ങനെയാണ് കഴിഞ്ഞത്. ഇന്ന് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഞാൻ രാവിലെ എനിക്ക് ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ പോയി വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി. ഇപ്പോൾ ഇതാ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നുണ്ട്. ഇതന്നെ എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മറന്നേ പോയി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഡെയിലി എനിക്ക് കണ്ടിന്യൂ വീഡിയോസിൽ ഇടണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. നടന്നാൽ മതിയേന്. ഈടെ നടക്കൂ. ഈടെ ഇപ്പോൾ ഞാൻ മൂത്തമ്മാൻ്റെ പെരക്കുള്ളത്. നമുക്ക് ഈടെ ഇങ്ങനെ ഇത് റോഡില്ല, ഞാൻ കാണിച്ചതാ. അതാ കണ്ടോ, ഇത് കണ്ട, ഇത് എടുത്ത റോഡ്. ഈ റോഡിൽ നാനില്ലേ, ഇത് കണ്ടോ, ഇത് ഉൾട്ട. ഞാൻ ഈ റോഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടില്ലേ. ഈടെ നടക്കൂ. നമ്മളെ പെരലിത് നമ്മളെ പെരലിൻ്റെ അവിടെ ടൗണ്. വീട് റോഡിലൊക്കെ ആരുമില്ല.
വീടിൽ ഞാൻ എത്ര കൂക്കിയിട്ട് വാക്കറിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് കാണാം, എൻ്റെ കണ്ണ് പോകുന്നത് ക്യാമറക്കല്ല, എനിക്ക് ചുറ്റും ഇങ്ങനെ കണ്ണ് പോകുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഷൈ ഇങ്ങനെ സംസാരിക്കാൻ. ഏകദേശം പ്രൊമോഷൻ വീഡിയോല്ലോ ഒരു 400+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ സംസാരിക്കുന്ന പോലെ അല്ല, എനിക്ക് ലോങ് വീഡിയോയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാക്കും, ആൾക്കാർ ജഡ്ജ് ചെയ്യുമെന്നുള്ള ഭയങ്കര പ്രശ്നമാക്കും. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ പ്രശ്നമല്ല ഞാൻ നോക്കുന്നത്, എൻ്റെ ചമ്മലല്ല ഞാൻ നോക്കുന്നത്, ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് ഒരു യൂട്യൂബർ ആവണം, ഒരു യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന നല്ല നല്ല കണ്ടൻറ്റ് ആൾക്കാർക്ക് കൊടുക്കണേ, അങ്ങനെ ഒരാളാവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളെ കൊടകിൽ അങ്ങനെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്കങ്ങനെ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബർ ആവാമെന്ന്. ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കറിനെ പറ്റി കുറേ നേരമായി. ഏകദേശം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഞാൻ വിചാരിക്കുന്നത് 2 മിനിറ്റ് വീഡിയോ തന്നെ കിട്ടിയാൽ മതി, എന്തെങ്കിലും കണ്ടൻറ്റ് നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പം 10-15 മിനിറ്റ് ഉണ്ടാകുന്നു, കട്ട് ചെയ്ത് കൊണ്ടുവരണേ. അപ്പോൾ ഇന്ന് കണ്ടൻറ്റ് ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറ്റസ് കണ്ടേ, ഏതോ ഒരു പെണ്ണ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടെല്ലാം ഇട്ടിട്ടുണ്ടായി എൻ്റെ വാട്സപ്പിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ട്ഷിപ്പ് ഡേ ഇന്നാ ഫ്രണ്ട്ഷിപ്പ് ഡേ അപ്പോഴാണ് മനസ്സിലായേ. അപ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് തന്നെ എന്തെങ്കിലും ഫ്രണ്ട്സ് ഇല്ലാത്ത ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത്. പിന്നെ വലിയൊരു ബിറ്റ് എന്താ പറയുക, ഞാൻ ചാറ്റ്ജിപിടിയോട് ചോദിച്ച് ഒരു വ്ളോഗ് എടുക്കുന്ന കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്മാർക്ക് എന്താണ് മെയിനായിട്ട് ഓർ നോക്കണ്ടേന്നല്ലേ. അപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ആക്കുന്ന വ്ളോഗേഴ്സിന് മെയിനായിട്ട് വേണ്ടത് എന്താ പറയുക, ചാറ്റ്ജിപിടി പറഞ്ഞത് ഓരോ നാടകം കളിക്കേണ്ടത്, അതായത് ആക്ട് ചെയ്യാണ്ട് ഓരെങ്ങനെയാണോ അങ്ങനെ നാച്ചുറലി സംസാരിക്കുക, നാച്ചുറലായിട്ട് ഓർ ബിഹേവ് ചെയ്യുക ആൾക്കാരുടെ മുന്നിൽ, ഓറ് ഓരോ ലൈഫിൽ എങ്ങനെയാണോ അതന്നെ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഭാഷ ഇങ്ങനെ പക്ഷേ എങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതെല്ലാം നല്ല പ്യൂറായിട്ടുള്ള മലയാളമായിരിക്കും, അതായത് കുറച്ച് ആർട്ടിഫിഷ്യലി ബാക്കറിന്നിരിക്കും. ഞാൻ വന്ന് എൻ്റെ ഭാഷയിലേക്ക് പിന്നെ വന്നു. അത് ഞാനിവിടെ മൈക്കൊന്നും എടുത്തിട്ടോ, അതുകൊണ്ട് വോയിസ് എല്ലാം എത്ര ക്ലിയർ ഉണ്ടെന്നൊന്നും അറിയില്ല. ഇപ്പോൾ കുറച്ച് മഴ വിട്ട, അപ്പം ഞാൻ നേരത്തെ വെയിറ്റ് ആക്കിയുണ്ട് മഴ വിട്ട് റോട്ടിൽ കയറണം. കാരണം പെരക്ക് ഇതെല്ലാം പറയാമെങ്കിലോ, പെരക്ക് വെല്ലുമുണ്ട് ഇതുണ്ട്, അപ്പോൾ ഇതെല്ലാം പറയാമെങ്കിലല്ലോ. അപ്പം ഞാൻ മഴ വിട്ടിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചുണ്ടായി. അപ്പോൾ മഴ വിട്ട് പുറത്തിറങ്ങി എടുക്കേണ്ട വീഡിയോ എടുത്ത് ഇന്നേക്ക് മതി. ഇനിയിപ്പോൾ നാളെ നോക്കാം, നാളെ ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടിട്ട് വീണ് കിട്ടട്ടെ, നാളെ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, എന്തായാലും മറക്കണ്ട. വീഡിയോ നോക്കുന്ന 10 ആളെങ്കിൽ 10 ആൾ സബ്സ്ക്രൈബ് ആക്കിയത്. ഓക്കെ, ബൈ.